ഹലോ, നമസ്കാരം. ജോസ് കാച്ചിപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. കരയുന്ന കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പാൽ കൊടുക്കാറുണ്ടോ? തീർച്ചയായും നിങ്ങൾ കൊടുക്കുന്നുണ്ടാകും. കാരണം പാൽ കിട്ടുന്നതുവരെ അവർ കരഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കരയുന്ന കുട്ടികൾക്ക് പാൽ കൊടുക്കുന്നത് പ്രത്യേകം ആരും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കരയാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് നിങ്ങൾ പാൽ കൊടുക്കാറുണ്ടോ? ചിലപ്പോൾ ഞാൻ ഈ ചോദിക്കുമ്പോഴായിരിക്കും നിങ്ങൾ അതേക്കുറിച്ച് ഓർക്കുന്നത്. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും കരയാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവരെ തീവ്രമായി സ്നേഹിക്കുന്നവർ, അവർക്ക് വേണ്ട സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നവർ, അവരെ പ്രോത്സാഹിപ്പിക്കുന്നവർ, അവരെ കൈപിടിച്ച് ജീവിതത്തിൽ മുന്നോട്ട് നടത്തുന്നവർ. പക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകത, ഈ കുഞ്ഞുങ്ങൾ ഒരിക്കലും കരയില്ല. അവർ ചെയ്ത കാര്യങ്ങൾ അവർ ഒരിടത്തും കൊട്ടിഘോഷിക്കില്ല. 8 ദിക്ക് കേൾക്കെ അവരൊരിക്കലും പറയില്ല, പതുക്കെ പോലും പറയില്ല. ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ, ഞാൻ സഹായിച്ചില്ലേ, ഞാൻ സ്നേഹിച്ചില്ലേ, ഇതൊന്നും അവർ പറയില്ല. അതുകൊണ്ട് തന്നെ ഈ കരയാത്ത കുഞ്ഞുങ്ങളെ മനുഷ്യര് പലപ്പോഴും മറന്നു പോകും. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. പക്ഷെ ഓർക്കുക, കരയാത്ത കുഞ്ഞുങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിപേടകം. നിങ്ങളുടെ ജീവിതത്തിന് എല്ലാ ഊർജവും പകരുന്നത് ഈ കരയാത്ത കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് ഈ കരയാത്ത കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും അവർക്ക് പാല് കൊടുക്കാനും നമുക്ക് ശ്രമിക്കാം. കരയാത്ത കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു താങ്ക് യു എന്നുള്ളൊരു വാക്ക്, അല്ലെങ്കിൽ ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ തോളിൽ തട്ടി ഒരു അഭിനന്ദനം, അല്ലെങ്കിൽ ഒന്ന് സ്നേഹിക്കുക, ഇതൊക്കെ അവർക്ക് ധാരാളം മതി. ഇതൊന്നും കൊടുത്തില്ലെങ്കിലും അവരൊന്നും പറയുകയില്ല. പക്ഷെ ഇത് കൊടുത്താൽ അവർക്ക് എത്രയോ വലിയ ഒരു സന്തോഷമായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് ഇന്നു മുതൽ കരയുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിൽ കൂടുതലായി കരയാത്ത കുഞ്ഞുങ്ങളെ ഓർക്കാനും അവരെ പരിചരിക്കാനും നമുക്ക് ശ്രമിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.